അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ ഇതാ മൂന്നാർ വന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ല പോലെ ചൂടും കിട്ടി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് അടുത്തത് നമ്മുടെ ലൊക്കേഷൻ. ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഫോട്ടോ പോയിന്റ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്കോ പോയിന്റും മാട്ടുപ്പെട്ടി ഡാമും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മളുടെ വീഡിയോ തുടങ്ങുകയാണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ടൗണിൽ നിന്ന് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നമ്മൾക്ക് ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. 11 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഫോട്ടോ പോയിൻ്റ് ഒക്കെ വരുന്നത്. അത് മൂന്നാറിൽ നിന്ന് ഒരു 4.8 കിലോമീറ്ററിനാണ് ഗൂഗിളിൽ കണ്ടത്, മാപ്പിൽ കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് ഇറങ്ങി ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഒന്ന് വൈബ് ചെയ്തിട്ട് ആണ് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് ആദ്യം സൈഡാക്കാം, എന്നിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ. ഫോട്ടോ പോയിന്റിൽ വന്നിട്ട് ദേ ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് ദേ ഈ ഒരു കുതിര സവാരി. നല്ല ഒത്ത ഒരു കുതിര, നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള അടിപൊളി കുതിര. എൻ്റെ കണ്ണ് കെട്ടായിരുന്നാൽ മതി. എന്തായാലും കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു. ഇവിടെ ഈ ഫോട്ടോ പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സൈഡില്ല എന്നുള്ളതാണ്. ഒരു പാർക്കിംഗ് ഏരിയ എന്തായാലും ഇല്ല. നമ്മൾ റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കാമെന്ന് വിചാരിച്ചാലും അത്ര സ്ഥലമൊന്നും ഇല്ല. പിന്നെ അവിടുത്തെ കാഴ്ചകൾ വേറെ ലെവലാണ് കേട്ടോ. അതുകൊണ്ട് ആളുകൾ ഇവിടുന്ന് എക്കോ പോയിന്റിലേട്ടും മാട്ടുപ്പെട്ടി ഡാമിലേട്ടൊക്കെ പോകുന്നവർ, വട്ടവടയൊക്കെ പോകുന്നവർ ഇവിടെ ഇറങ്ങാതെ പോവാറേ ഇല്ല. അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടുന്ന് നമുക്ക് കണ്ടെത്താ ദൂരത്തോളം തോട്ടങ്ങൾ കിടക്കണതാണ്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ ഓരോ റൈഡുകളും പിന്നെ ഫോട്ടോഷൂട്ടുകളും ഡ്രോൺ ഷൂട്ട്, അങ്ങനെ പിന്നെ കുറേ സ്ട്രീറ്റ് ഫുഡുകൾ, അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. ഐഷാൻ്റെ ഡാൻസും പാട്ടും കാഴ്ചകളും ഒക്കെ കണ്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നു. പിന്നെ ഒന്നും വാങ്ങിക്കാനും കഴിക്കാനും ഒന്നും നിന്നില്ല. നമുക്ക് ഇനി ഇവിടെ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ യാത്ര നമ്മൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. പോകുന്ന വഴി ഇതേപോലെ കുറേ സ്ട്രീറ്റ് ഫുഡുകളും പിന്നെ ഓരോ ടോയ്സും അതും ഇതൊക്കെ ആയിട്ട് പല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴി വേറൊരു സംഭവം കണ്ടത്, ഒത്തിരി ഇതുപോലെ ഇപ്പോൾ കണ്ട പോലെ കുഞ്ഞു ടെമ്പിൾസ് ഉണ്ട് റോഡ് സൈഡ്. നല്ല ഭംഗിയാണ് അത്, ഒരു കൺസ്ട്രക്ഷനൊക്കെ കാണാനിട്ടാണ്. പിന്നെ ഈ പോകുന്ന റൂട്ടിനെ പറ്റി പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. റൈറ്റും ലെഫ്റ്റും ഫ്രണ്ടിലും ഒക്കെ നോക്കിയാൽ നല്ല കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് കണ്ണൻദേവൻ ടീ ഫാക്ടറിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കണ്ണൻദേവൻ്റെ ടീ ഫാക്ടറി. എൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ കിട്ടിയൊരു സ്മെല്ലുണ്ട് എൻ്റെ സാറേ. നല്ല അടിപൊളി തേയിലേൻ്റെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഈ ഒരു പരിസരത്ത് നിന്ന് നമുക്കുണ്ടായത്. അപ്പം നമ്മളങ്ങനെ അവിടെ ഒന്നും നിർത്തിയില്ല, കാരണം ഇതിന് മുമ്പ് നമ്മളവിടെയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ അതേ മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും വണ്ടി ഒന്ന് സൈഡാക്കണം. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അതേ പാർക്കിങ്ങിനുള്ള പൈസ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറും. അങ്ങനെ നമ്മൾ ഒരു വിധത്തിന് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇറങ്ങി നടക്കുവാണ്. ഇവിടെ അപ്പുറം ഇപ്പുറമൊക്കെ ഓരോ സ്ട്രീറ്റ് ഫുഡുകളും പിന്നെ ഓരോ കരകൗശല വസ്തുക്കളൊക്കെ ഉള്ള കുറേ അല്ലാതെ ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓരോ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. എൻ്റെ കുട്ടീൻ്റെ കണ്ണ് മഞ്ഞളിച്ച് അവനോടെ സ്റ്റക്കായിപ്പോയി ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു മെയിൻ വ്യൂ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ട് അവിടെ ഒരു ഡാമിൻ്റെ ഷട്ടറൊന്നും തുറന്നിട്ടില്ല, വെള്ളമില്ല. അതുകൊണ്ട് ആ കാഴ്ചകളൊന്നും നമുക്ക് കാണാനും പറ്റിയില്ല. പിന്നെ നല്ല തിരക്കുമായിരുന്നു. റോഡ് ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമാണ് മാട്ടുപ്പെട്ടി ഡാമിൽ പറയാനുള്ളത്. ചിക്കൻ
നമ്മളിപ്പോൾ ഈ കണ്ട വിൻഡ് ബെല്ല് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. പക്ഷേ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ 6000 രൂപയാണ് പറഞ്ഞത് ഗൈസ്. അത് കാരണം അത് അവിടെ തന്നെ അടക്കാതെ വെച്ചു. പിന്നെ അത് ആയിഷക്ക് ലബൂബുവിൻ്റെ കുട്ടീനെ വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു. കീഴ് ചെയിൻ മേടിച്ചു. ഈ മരങ്ങളൊക്കെ ഒന്ന് നോക്കി എന്ത് പൊക്കം വലിപ്പമൊക്കെയാണ്. ഇത് യൂക്കാലി മരങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. എന്തായാലും മൂന്നാർ ടു വട്ടവട ഫുൾ എല്ലാ സ്ഥലത്തും റോഡ് സൈഡിൽ ഈ ഒരു മരങ്ങളൊക്കെ കാണുന്നുണ്ട്, കുറേ കാണുന്നുണ്ട്. യൂക്കാലി ആണെന്ന് തന്നെ തോന്നണത്. ആ ഡാമിൻ്റെ അപ്പുറം സൈഡും ഒക്കെ ഈ മരങ്ങൾ തന്നെയാണ്. ഇവിടെ ഉണ്ടിട്ട് 2 കുതിരകൾ. പിന്നെ ഇതിൻ്റെ പുറത്ത് കയറാൻ പേടിയായതുകൊണ്ട് പിന്നെ ആ പരിപാടിക്ക് നിന്നില്ല. പാവം എന്തൊക്കെയോ തിന്നുവാണ് ഒറ്റകൾ. നമ്മൾ പിന്നെയും നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ തേരാപ്പാര നടന്നു, കുറേ അതും ഇതൊക്കെ മേടിച്ച് കഴിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നൊന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. മതിയോ ചെറുത്? എന്താ ഞങ്ങൾ അകത്ത് ഷോപ്പ് ചെയ്തോണ്ടിപ്പോൾ പിള്ളേർ ഇവിടെ പുറത്ത് നല്ല ഷോപ്പിങ്ങിലായിരുന്നു കേട്ടോ. അവർ കയറി പിടിച്ചത് ലബൂബുലാണ്. പിന്നെ കുറച്ച് തേയില മേടിച്ചു, പിന്നെ ഗ്രീൻ ടീ മേടിച്ചു, പിന്നെ ഒരു ചോക്ലേറ്റ് മേടിച്ചു. ചെറുതാ മേടിച്ചുള്ളൂ ചോക്ലേറ്റ്, അത് അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഡാമിലെ കാഴ്ചയിലൊക്കെ ഒരുവിധം കഴിഞ്ഞ് നമ്മൾ ഇതേ ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ്. ഇവിടെ നിന്ന് തന്നെ ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഡാമിൻ്റെ ഷട്ടർ വരുന്നത്. ഇപ്പോൾ വെള്ളമില്ല, പിന്നെ അതുമല്ല നമുക്ക് ഒട്ടും സ്പേസ് ഇല്ല അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. അപ്പോൾ നമ്മൾ പോവാണ്. ഇത്രയും ഇതൊക്കെ ആ പോകുന്ന വഴിയുള്ള ബ്ലോക്കുകളാണ്. ഇത് കണ്ടാൽ അറിയാം എന്തോരം വണ്ടികളാണ് വെയിറ്റിങ്ങിൽ കിടക്കണേന്ന്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എക്കോ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇത് ഇത്രയും ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതിൻ്റെ പോരായ്മകളും എല്ലാം, പോരായ്മകളാണെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം നമ്മളോട് പറയണം, കമൻറ്റ് ചെയ്യണം.